ആയുർസൗഖ്യത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ ശാലോം പ്രേക്ഷകർക്കും സ്വാഗതം. എൻ്റെ പേര് സിസ്റ്റർ ഡോക്ടർ ഓസ്റ്റിൻ. ഞാൻ അമല ആയുർവേദ ആശുപത്രിയിൽ സീനിയർ കൺസൾട്ടൻ്റായി കഴിഞ്ഞ 33 വർഷമായിട്ട് സേവനം ചെയ്തു വരുന്ന സിസ്റ്റർ ഡോക്ടറാണ്. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു തിരുവചനത്തോടെ നമുക്ക് ആരംഭിക്കാം. വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും. യാക്കോബ് ശ്ലീഹയുടെ ലേഖനത്തിലെ ഒരു തിരുവചനമാണിത്. ഇന്ന് നാം ഈ എപ്പിസോഡിൽ സംസാരിക്കുന്നത് വെള്ളപ്പാണ്ട് അല്ലെങ്കിൽ വിറ്റിലിഗോ ഓർ ലുക്കോഡെർമയെക്കുറിച്ചാണ്. വെള്ളപ്പാണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആയുർവേദത്തിൽ അതിനെ ശ്വിത്രം കിലാസം എന്നൊക്കെ പറയുന്നു. ചർമ്മത്തിൻ്റെ സ്വാഭാവിക നിറം നഷ്ടപ്പെട്ട് വെളുത്ത പാടുകളായിട്ട് രൂപപ്പെടുന്ന ഒരു അസുഖമാണ് വെള്ളപ്പാണ്ട്. ഏകദേശം 1% വ്യക്തികളിലാണ് മൊത്തം ജനസംഖ്യയിൽ ഈ രോഗമുള്ളത്. ശരീരത്തിലെ തന്നെ കോശങ്ങളെ നശിപ്പിക്കുന്ന ഒരു അസുഖമാണ് ഈ വെള്ളപ്പാണ്ട് എന്ന് പറയുന്നത്. ഇതിന് പ്രധാനപ്പെട്ട എന്താണ് ഇതിനകത്ത് സംഭവിക്കുന്നത്? അതായത് ശരീരത്തിൻ്റെ ത്വക്കിന് നിറം കൊടുക്കുന്ന ഒരു വർണ്ണവസ്തുവാണ് മെലാനിൻ. ഒരു തവിട്ട് നിറത്തിലുള്ള വർണ്ണവസ്തുവാണത്. ഈ മെലാനിൻ്റെ അഭാവമാണ് ഈ വിറ്റിലിഗോ അല്ലെങ്കിൽ ലൂക്കോഡെർമയ്ക്ക് കാരണം. ഈ മെലാനിൻ സൂര്യപ്രകാശത്ത് നിന്ന് ലഭിക്കുകയും ശരീരത്തിൽ സ്വമേധയ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു വർണ്ണവസ്തുവാണ്. എന്താണ് ഈ മെലാനിനെ ഉണ്ടാക്കുന്നത്? മെലാനോസൈറ്റ്സ് എന്ന കോശങ്ങളാണ് ഈ മെലാനിനെ ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ ഈ മെലാനോസൈറ്റ്സ് നമ്മുടെ രോഗപ്രതിരോധ ഘടകങ്ങൾ മെലാനോസൈറ്റ്സിനെ സംരക്ഷിക്കേണ്ടതിന് പകരം മെലാനോസൈറ്റ്സിനെ നശിപ്പിക്കുന്നു. അങ്ങനെ മെലാനോസൈറ്റ്സ് നശിക്കുന്ന ആ കോശങ്ങൾ നശിക്കുന്ന ഭാഗങ്ങളിൽ എന്താണ് ഉണ്ടാകുന്നത്? അവിടുത്തെ കോശങ്ങൾ ഇല്ല, മെലാനിലില്ല, തവിട്ട് നിറം സ്വാഭാവിക വർണ്ണം അപ്പോൾ ഉണ്ടാകില്ല. അപ്പോൾ ആ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ എന്തുണ്ടാവും? വെളുത്ത പാടുകളായിട്ട് കാണുന്നു. ഇങ്ങനെയാണ് ഈ വെള്ളപ്പാണ്ട് ഉണ്ടാകുന്നത്. ഇനി അതിൻ്റെ ടൈപ്സ് പറയുന്നുണ്ട്. അതിൻ്റെ ആകൃതിയും വലുപ്പവും ഘടനയൊക്കെ വെച്ചിട്ട് പല ടൈപ്പ് പറയുന്നുണ്ട്. അതിൽ ഒന്നാമത്തത് ആക്രോഫിഷ്യൽ, അതോടൊപ്പം തന്നെ ആക്രോഫിഷ്യൽ ലൂക്കോഡെർമ അല്ലെങ്കിൽ വിറ്റിലിഗോ എന്ന് പറയും. ഈ ആക്രോഫിഷ്യൽ വിറ്റിലിഗോ എന്ന് പറയുന്നത് നമ്മുടെ ചുണ്ടിലും കൈവിരലിൻ്റെ മടക്കിലും കൈവിരലിൻ്റെ അറ്റത്ത് ആണ് ഇത് സാധാരണ രീതിയിൽ കാണുന്നത്. അടുത്ത ഒരു ടൈപ്പ് പറയുന്നത് സെഗ്മെൻ്റൽ വിറ്റിലിഗോ എന്ന് പറയും. അതായത് ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് മാത്രമേ ആ വിറ്റിലിഗോ കാണുകയുള്ളൂ, വെള്ളപ്പാണ്ട് കാണുകയുള്ളൂ. നോൺ സെഗ്മെൻ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ ഒരു വശത്തല്ല പല ഭാഗങ്ങളിലായിട്ട് പടർന്നു കിടന്നിട്ട് കാണുന്ന വെള്ളപ്പാണ്ടിനെയാണ് നോൺ സെഗ്മെൻ്റൽ വിറ്റിലിഗോ എന്ന് പറയുന്നത്. ഇനി വേറൊരു ടൈപ്പ് ഉണ്ട്, ഫോക്കൽ വിറ്റിലിഗോ എന്ന് പറഞ്ഞാൽ 2 വർഷക്കാലം വെള്ളക്കുത്തുകൾ കാണും, വെള്ളപ്പാടുകളുണ്ടാവും, അത് അനങ്ങാതെ നിൽക്കും, മറ്റു സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കില്ല. 2 വർഷം ഒരേ സ്ഥലത്ത് തന്നെ വെള്ളപ്പാണ്ട് ഇങ്ങനെ നിൽക്കും, അതിന് പടരലില്ല, അപ്പോൾ സ്പ്രെഡിങ് ഇല്ല. അതിനാണ് ഫോക്കൽ, ഒരു വശത്ത് മാത്രം ഫോക്കസ് ചെയ്ത് നിൽക്കുന്നതാണ് നമ്മൾ സാധാരണ ഫോക്കൽ വിറ്റിലിഗോ എന്ന് പറയുന്നത്. ഇനി എന്താണ് ഇതിൻ്റെ കാരണം? ഞാൻ നേരത്തെ പറഞ്ഞു മെലാനിൻ്റെ അഭാവമാണ് ഈ വിറ്റിലിഗോയുടെ അല്ലെങ്കിൽ ലൂക്കോഡെർമയുടെ കാരണം എന്ന് പറഞ്ഞു. പിന്നെ മാനസിക സംഘർഷം, പാരിസ്ഥിതിക കാരണങ്ങൾ, ചില വിറ്റാമിനുകളുടെ അഭാവം മൂലം നമ്മുടെ ശരീരത്തിൽ ചില വിഷവസ്തുക്കൾ രൂപപ്പെടുന്നുണ്ട്. അത് മൂലം നമ്മുടെ ശരീരത്തിലെ ലൂക്കോഡെർമ അല്ലെങ്കിൽ വിറ്റിലിഗോ ഉണ്ടാകുന്നു. ഇത് മാത്രമല്ല, വേറെ ഒരു പ്രധാനപ്പെട്ട കാരണം പറയുന്നത് ചില കെമിക്കൽസ് അല്ലെങ്കിൽ ചില റബ്ബർ ചെരുപ്പുകൾ, പൊള്ളൽ, അല്ലെങ്കിൽ ചില ആർട്ടിഫിഷ്യൽ ഫുഡ് സ്റ്റഫ്സ്, അതോടൊപ്പം തന്നെ കോള, അങ്ങനെയൊക്കെ ഉള്ള നമ്മളെ ഈ ആർട്ടിഫിഷ്യലായിട്ട് വാങ്ങിക്കുന്ന ഫുഡുകൾ, ടിൻ ഫുഡ്, ആർട്ടിഫിഷ്യൽ വെള്ളങ്ങൾ, ഇപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ കൊണ്ടും നമ്മൾക്ക് ഈ വിറ്റിലിഗോ അല്ലെങ്കിൽ ലൂക്കോഡെർമ വരുന്നുണ്ട്. പിന്നെ ആയുർവേദത്തിൽ പ്രത്യേകമായിട്ട് പറയുന്ന നമ്മളാരും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് വിരുദ്ധാഹാരം എന്ന് പറയും. എന്താണ് വിരുദ്ധാഹാരം? നമ്മൾ കേട്ടിട്ടുണ്ട്, കാരണന്മാരൊക്കെ പറയും ഈ പാലും അതുപോലെ തന്നെ മീനും ഒരുമിച്ച് കഴിക്കരുത്. അതായത് മീൻകറി കൂട്ടിയിട്ട് ഉടനെ തന്നെ പാല് കുടിക്കരുതെന്ന് പറയും. അല്ലെങ്കിൽ തൈരും മീനും, ഇപ്പം ഭക്ഷണത്തിൽ നമ്മൾ മീൻകറി ഉണ്ട് ഉടനെ തൈര് ഒരുമിച്ച് കഴിക്കാൻ പാടില്ല, അത് വിരുദ്ധാഹാരമാണ്. അത് നമ്മുടെ ബോഡിയിൽ ഒരുതരം ടോക്സിസിറ്റി ഉണ്ടാക്കുന്നുണ്ട്. ഇനി മറ്റൊരു കാര്യം, നമ്മൾ വെയിലത്ത് പോയിട്ട് ഉടനെ തന്നെ വന്നിട്ട്
നമ്മൾ അത് ഇതിൻ്റെ ഒരു ഇതായിട്ട് ഒരു കാരണമായിട്ട് തന്നെ നമ്മൾ പറയുന്നുണ്ട്. വെയിലത്ത് പോയിട്ട് ഉടനെ തന്നെ വന്നിട്ട് തണുത്ത വെള്ളത്തിൽ കുളിക്കുക, തണുത്ത വെള്ളം കുടിക്കുക, ഇതൊക്കെ ഈ ഇതിൻ്റെ ഒരു കാരണമാണ്, ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് പറയുന്നുണ്ട്. പിന്നെ ഒരു വിരുദ്ധാഹാരം എന്ന് പറയുന്നതാണ് നമ്മളുടെ തേനും നെയ്യും ഈക്വൽ ക്വാണ്ടിറ്റി. ഇപ്പോൾ 1 ഔൺസ് തേനും 1 ഔൺസ് നെയ്യും വേണ്ട, 1 സ്പൂൺ നെയ്യും 1 സ്പൂൺ തേന് ഈക്വൽ ക്വാണ്ടിറ്റി എടുക്കുക. അല്പം അതിൻ്റെ അളവ് കൂട്ടിയോ കുറച്ചോ വെക്കണം. എന്നാലേ തേനിൻ്റെ അളവ് 1 ടീസ്പൂൺ ആണെങ്കിൽ നെയ്യ് 1/2 ടീസ്പൂൺ എടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നെയ്യ് 1 ടീസ്പൂൺ ആണെങ്കിൽ തേൻ 1/2 ടീസ്പൂൺ എടുക്കാൻ പാടുള്ളൂ. ഇതിൻ്റെ പ്രൊപ്പോർഷൻ, അനുപാതം വ്യത്യാസപ്പെടുത്തിയിട്ടേ കഴിക്കാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാത്തൊരു മേഖലയാണ് വിരുദ്ധാഹാരം എന്ന് പറയുന്ന ആ ഒരു മേഖല. അപ്പോൾ വിരുദ്ധ ആഹാരങ്ങൾ കഴിക്കുന്നത് വിറ്റിലിഗോയ്ക്ക് അല്ലെങ്കിൽ ലൂക്കോഡെർമ വെള്ളപ്പാണ്ടിന് ഒരു കാരണമായിട്ട് സാധാരണ രീതിയിൽ പറയുന്നുണ്ട്. എന്താണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്? ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ചെറിയ വെള്ളപ്പാടുകളായിട്ട് ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തോ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലോ ഉണ്ടാകുന്ന ഒരു അസുഖമാണ് വെള്ളപ്പാണ്ട്. അതാണ് പ്രധാന ലക്ഷണം. പിന്നെ ഇത് പടർന്ന് പിടിക്കുകയും ചെയ്യും, ഒരു വശത്തുണ്ടായ മറ്റു ഭാഗങ്ങളിലേക്ക് പടർന്ന് കയറുന്നത് കാണാം. പിന്നെ ഇത് സ്രാവം, ചൊറിച്ചിൽ, ഇതൊന്നും സാധാരണ രീതിയിൽ നമുക്ക് കണ്ടെത്താൻ പറ്റില്ല. അതിനകത്ത് പഴുപ്പോ വെള്ളം വരവോ അങ്ങനെയൊന്നും നമുക്കുണ്ടാവില്ല. പിന്നെ നമ്മൾ പറയും ഇപ്പോൾ ചുണ്ടിൽ, അതുപോലെ തന്നെ മടക്കുകളിലൊക്കെ ഉണ്ടാകുന്നത് നമ്മൾ സാധാരണ കാണുന്ന വിറ്റിലിഗോ അവിടെയൊക്കെയാണ്, നമ്മുടെ വിരലിൻ്റെ ഈ മടക്കുകൾ, കാൽപാദത്തിൽ, അങ്ങനെയൊക്കെയാണ് സാധാരണ രീതിയിൽ ഇത് കാണുന്നത്. ഇനി ഇതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലഡ് ടെസ്റ്റ്, സ്കിൻ ബയോപ്സി, പിന്നെ നമുക്കറിയാലോ ഫിസിക്കൽ എക്സാമിനേഷനിൽ തന്നെ നമുക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റും ഇതിൽ പാണ്ടുണ്ടോ എന്നുള്ളത്. പിന്നെ ഇതിന് സ്കിൻ ബയോപ്സി എടുക്കാം, പിന്നെ ബ്ലഡ് ടെസ്റ്റ്, ANA, CRP, ഇതൊക്കെ നമുക്ക് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ എന്താണ് ഇതിൻ്റെ റിസ്ക് ഫാക്ടർ? ഇതിന് പൂർണ്ണമായിട്ടും ഒരു ജനിതക ഒരു രോഗമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്നാൽ ചില ജനിതക കാരണങ്ങൾ, അതായത് ജനറ്റിക് കോസസ് ഇതിന് കാരണമാവുകയും ചെയ്യുന്നുണ്ട്. 5% പേർക്ക് മാത്രമേ ജനറ്റിക്കായിട്ട് പാരമ്പര്യമായിട്ട്, അതായത് നമ്മുടെ പാരമ്പര്യമായിട്ട് നമ്മുടെ പേരൻസിനുണ്ട് അല്ലെങ്കിൽ നമ്മുടെ പിതാമഹന്മാർക്കുണ്ട്, അത് നമുക്ക് വരുന്നത് 5% മാത്രമേ ഉള്ളൂ മൊത്തം ജനസംഖ്യയിൽ. പിന്നെ ചിലതരം പൊള്ളൽ, മുറിവുകൾ ഇങ്ങനെയൊക്കെ ഏറ്റുകഴിഞ്ഞാൽ അതിൻ്റെ പിന്നാലെ അതിനോട് അങ്ങനെയുള്ളവർക്ക് ഇത് വരുന്നുണ്ട്. പിന്നെ ചില പോഷകങ്ങളുടെ കുറവ്, വിറ്റാമിൻസിൻ്റെയൊക്കെ കുറവ് മൂലം ഈ രോഗം നമുക്ക് സാധാരണ രീതിയിൽ കണ്ടുവരുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ സാധാരണ രീതിയിലുള്ള. പിന്നെ സിഫിലിസ് എന്നൊരു രോഗമുണ്ട്. അതിൻ്റെ 2nd സ്റ്റേജും 3rd സ്റ്റേജിലും സിഫിലിറ്റിക് ലുക്കോഡെർമ എന്ന് പറയുന്ന ഒരു കണ്ടീഷനുണ്ട്. അപ്പോൾ സിഫിലിസ് എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു ഗുഹ്യരോഗമാണ്, അത് പകരുന്ന രോഗമാണ്. അപ്പോൾ ആ ഒരു രോഗത്തിനോട് അനുബന്ധിച്ച് അതിൻ്റെ 2nd സ്റ്റേജും 3rd സ്റ്റേജും കടന്നാൽ മാത്രമേ ലുക്കോഡെർമ വരുന്നുള്ളൂ. ഇപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ സാധാരണ രീതിയിലുള്ള ഇതിൻ്റെ റിസ്ക് ഫാക്ടർ. ഇനി ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്? കോംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് സാധാരണ ഡിപ്രഷൻ, മെൻ്റൽ സ്ട്രെസ്സ്. നമുക്കറിയാലോ നമ്മുടെ ശരീരത്തിൽ വെളുത്ത പാണ്ട് വരിക നമ്മളെ കാണുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും. പ്രത്യേകിച്ച് കാണുന്ന മുഖത്തൊക്കെ, മറ്റുള്ളവർ കാണുന്ന ഭാഗങ്ങളിൽ കൈവിരലിലൊക്കെ വരുമ്പോൾ മുഖത്ത് വരിക, ചുണ്ടിലൊക്കെ വരിക, ഒരു ഭയങ്കര ഇതാണ്. ഇപ്പം എൻ്റെ ഒരു പേഷ്യൻ്റ് നമ്മുടെ തന്നെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫുണ്ട്. അപ്പോൾ അവൻ്റെ ആ കുട്ടിയുടെ ചുണ്ടിൽ വളരെ ചെറിയൊരു ചെറിയത്, നമുക്ക് വളരെ സൂക്ഷിച്ച് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഭയങ്കര ടെൻഷനാണ് പേഷ്യൻറ്റിന്. അപ്പോൾ ആ കുട്ടി അതുകൊണ്ട് മാരേജ് പോലും ഡിലേ വന്നിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനൊരു ഭയങ്കര ഒരു കോംപ്ലക്സ്. ഇത് ഇപ്പോൾ പെണ്ണ് കാണാനൊക്കെ വരുമ്പോൾ ഇതിപ്പോൾ എന്താണെന്ന് ചോദിക്കുമോ, അപ്പോൾ ട്രീറ്റ്മെൻറ്റ് എടുക്കണമെന്ന് പറയണം, അത് മാറുമോ, അപ്പോൾ അത് കുറഞ്ഞ് വരുന്നുണ്ട്, ഡിമ്മായിട്ടുണ്ട്. അപ്പോൾ ഞാനൊക്കെ സൂക്ഷിച്ച് നോക്കിയാൽ മാത്രമേ അവന് വിറ്റിലി കൊണ്ടെന്ന് മനസ്സിലാവുള്ളൂ. പക്ഷേ അവനോടത് പറഞ്ഞു, നീ മാരേജൊക്കെ അന്വേഷിച്ചോ, അത് പകരുന്ന രോഗമൊന്നുമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവനൊരു ആശ്വാസവും കൗൺസിലിങ്ങും ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്താണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഷെഡ്യൂൾ? എന്താണ് ഇതിന് നമുക്ക് കൊടുക്കാൻ പറ്റിയ ട്രീറ്റ്മെൻറ്റ് ഷെഡ്യൂൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ രീതിയിൽ നമ്മൾ കൊടുക്കുന്നത് ശിത്രാരി എന്ന് പറയുന്ന ഒരു ഇത്, ഗോമൂത്രം, പശുവിൻ്റെ മൂത്രമൊക്കെ, പിന്നെ കുറേ നല്ല മരുന്നുകൾ, കുറച്ച് മരുന്നുകളൊക്കെ ഉണ്ട്, റെയർ മെഡിസിൻസ്, അതൊക്കെ കെട്ടിവെച്ചിട്ട് നമ്മൾ അരിച്ചെടുത്തിട്ട് ഒരു അരിഷ്ടം പോലെ കെട്ടിവെച്ചുണ്ടാക്കുന്ന ഞങ്ങളുടെ തന്നെ ഒരു സ്പെഷ്യൽ പ്രോഡക്റ്റാണ് ശിത്രാരി. പിന്നെ ശിത്രഹര ലേപം എന്ന് പറയും, അതും ഗോമൂത്രത്തിലാണ്, പശുവിൻ്റെ മൂത്രത്തിലാണ് ഉണ്ടാക്കുന്നത്. അതിൽ ഞൊട്ടാഞ്ഞൊടിയൻ, ഇലക്കള്ളി, അങ്ങനെ കുറേ മരുന്നുകൾ, അതൊക്കെ ഈ പശുവിൻ്റെ മൂത്രത്തിൽ ഒഴിച്ചിട്ട് അത് ഭസ്മമാക്കി അതെടുത്ത് ഉണക്കി പൊടിച്ചിട്ട് ഇടുന്ന ഒരു പൊടിയാണ്.
പിന്നെ കോട്ട്ണ, അതുപോലെ പിഗ്മെൻറ്റോ, ഇതൊക്കെ. പിന്നെ തിക്തകം കഷായം, തിക്തകം നെയ്യ്, ഇതൊക്കെ നമ്മൾ അകത്തേക്ക് കൊടുക്കുന്ന റെസിപ്പീസാണ്. ഇനി ഇതിൻ്റെ വേറെ ചില ഒറ്റമൂലികൾ പറയുന്നുണ്ട്. അത് കാട്ടത്തിപ്പട്ടയും അത്തിപ്പട്ടയും കഷായം വെച്ചിട്ട് അത് കാർഗോഗുലരി അരച്ച് ചേർത്ത് കഴിക്കുക. പ്ലാശിൻ്റെ ഇത് ഭസ്മം ശർക്കര ചേർത്ത് കഴിക്കുക. അതുപോലെ കാർഗോഗുലരി പൊടിച്ചിട്ട് അത് അല്പം ശർക്കര ചേർത്ത് കഴിക്കുക. പിന്നെ ചെമ്പ് പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് ആ വെള്ളം പിറ്റേ ദിവസം എടുത്ത് കഴിക്കുക. പിന്നെ വരട്ടുമഞ്ഞളും തുളസിയും കൂടി അരച്ചിട്ട് കഴിക്കുക. പിന്നെ പാടക്കിഴങ്ങ് നമ്മൾ പൊടിയാക്കിയിട്ട് ഒരു 3 ഗ്രാമൊക്കെ അത് നെയ്യ് ചേർത്ത് കഴിക്കുക. ഇതൊക്കെ അതിൻ്റെ ഒറ്റമൂലിയായിട്ട് പറയുന്നതാണ്. ചെറിയ ചെറിയ പാടുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒറ്റമൂലി പരിശ്രമിക്കാവുന്നതാണ്. ഇനിയും അതിന് ചില ലേപനങ്ങളുണ്ട് ഈ വെള്ളപ്പാണ്ടുള്ളടുത്ത് അരച്ചിടാൻ പറ്റിയത്. ഈ മുള്ളങ്കിയുടെ വിത്ത് നമ്മൾ നമ്മുടെ വിനാഗിരിയിൽ അരച്ചിടും. അതോടൊപ്പം തന്നെ വരട്ടുമഞ്ഞളും തുളസിയും കൂടി അരച്ചിടും. തുളസിയും ചെറുനാരങ്ങ നീരും കൂടിയും നമ്മൾ അരച്ച് പുരട്ടാറുണ്ട്. അതോടൊപ്പം തന്നെ വെറ്റിലയും അതുപോലെ തന്നെ വെള്ളരിക്കയും കൂടി അരച്ച് പേസ്റ്റാക്കിയിട്ട് പുരട്ടും. അപ്പോൾ പാവയ്ക്ക ഉള്ളിലേക്ക് കഴിക്കണം. ഇപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് എന്താ പറയണേ, എക്സ്റ്റേണലായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന കുറച്ച് ഒറ്റമൂലി പ്രയോഗങ്ങളും നമ്മൾ സാധാരണ രീതിയിൽ ഉപയോഗിക്കാറുണ്ട്. പിന്നെ നമ്മൾ ഈ മഞ്ഞൾപ്പൊടി കടുകെണ്ണയിൽ ചാലിച്ചിട്ട് നമ്മൾ പുരട്ടും. അതുപോലെ തന്നെ കാർഗോഗുലരി പൊടിച്ചിട്ട ഭസ്മം, അതിൻ്റെ പൊടി ചൂർണം വെളിച്ചെണ്ണയിൽ ചാലിച്ചിട്ട് പുരട്ടാനായിട്ട് നമ്മൾ പറയാറുണ്ട്. ഇതൊക്കെ നമ്മുടെ സിംഗിൾ ഡ്രഗായിട്ട് കൊടുക്കുന്ന ലേപനങ്ങളാണ്, അരച്ചു പുരട്ടാനായിട്ട് കൊടുക്കുന്ന ലേപനങ്ങളാണ്. ഇനി ഇതിൻ്റെ ഉള്ളിലേക്കുള്ള നമ്മുടെ പഥ്യങ്ങൾ എന്തൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞാൽ മുളപ്പിച്ച ധാന്യങ്ങൾ, പോഷകാഹാരങ്ങൾ, പിന്നെ ചില ഫ്രൂട്ട്സുകൾ, പോംഗ്രാനൈറ്റ് മുതലായിട്ടുള്ള ഫ്രൂട്ട്സുകൾ കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ മെഡിക്കേറ്റഡ് വാട്ടർ, ഇപ്പോൾ രാമച്ച വെള്ളം, ത്രിഫല വെന്ത വെള്ളം, പിന്നെ പതിമുകൊട്ട് വെന്ത വെള്ളം, ഇതൊക്കെ നമുക്ക് അകത്തേക്ക് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ സാധാരണ രീതിയിൽ. പിന്നെ ബാർലി, ഗോതമ്പ്, പിന്നെ ചെറുപയർ മുളപ്പിച്ചത്, എപ്പോഴും എന്തും മുളപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിന് സൈഡ് ഇഫക്റ്റ് കാണുന്നില്ല മുളപ്പിച്ചത്. പിന്നെ നമ്മൾ ഇതിൻ്റെ അപഥ്യങ്ങൾ പറയണത് ഇറച്ചി, മീൻ, മുട്ട, പുളിയുള്ള ആഹാരങ്ങൾ തീർത്തും ഉപേക്ഷിക്കാൻ പറയും. തക്കാളി, പുളിയുള്ള ആഹാരങ്ങൾ, അതുപോലെ തന്നെ ഫാസ്റ്റ് ഫുഡ്, ജങ്ക് ഫുഡ്, പിന്നെ ആർട്ടിഫിഷ്യൽ കൊക്കക്കോള, ടിൻ ഫുഡ്, ഇങ്ങനെയുള്ള ഫുഡുകളൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യാനായിട്ട് പറയാം. അതിൻ്റെ അപഥ്യങ്ങളായിട്ടാണ് പറയുന്നത്. ഇനി ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ പറയണത് വെയിലത്ത് അധികം സൂര്യതാപം ഏൽക്കരുത് എന്ന് പറയണം. ഓവറായിട്ട് സൂര്യതാപം ഏൽക്കരുത്. എന്നാൽ മിതമായിട്ടുള്ള സൺലൈറ്റ് ഇതിന് സഹായം ചെയ്യുന്നതാണ്. വെള്ളം ധാരാളം കുടിക്കണം. പിന്നെ സിന്തറ്റിക്കായിട്ടുള്ള ക്രീംസ്, സിന്തറ്റിക്കായിട്ടുള്ള സോപ്പിൻ്റെ പ്രയോഗങ്ങൾ. ഇപ്പോൾ ഈ ല്യൂക്കോഡെർമയൊക്കെ ഉള്ളവർ നമ്മൾ ചെറുപയർ പൊടി, കടലമാവൊക്കെ ഇട്ട് കുളിക്കുന്നതാണ് നല്ലത്. സിന്തറ്റിക് സോപ്പുകളൊക്കെ ഉപയോഗിക്കുന്നത് ഇത് കൂടുതലായിട്ട് ഇത് പടരാനായിട്ടുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ സാധാരണ രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന സിംഗിൾ ഡ്രഗ് തെറാപ്പിയും ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ കാര്യങ്ങളൊക്കെയാണ്. സിന്തറ്റിക് ഡ്രസ്സുകളുടെ പ്രയോഗങ്ങളും നമ്മൾ ധരിക്കുന്നത്, സിന്തറ്റിക് ഡ്രസ്സുകൾ, കോസ്മെറ്റിക്സ്, അതുപോലെ തന്നെ ഉപയോഗിക്കുന്ന സോപ്പുകൾ കെമിക്കൽസ് കുറഞ്ഞതായിരിക്കണം. കോട്ടൺ ഡ്രസ്സ് കൂടുതലായിട്ട് നമ്മുടെ ശീലമാക്കുക ധരിക്കുന്നത്. പിന്നെ ഇതിനെ ഒത്തിരി നമ്മൾ ഇതിനെ ഡിപ്രസീവ് ആകണ്ട. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആരംഭത്തിൽ തന്നെ ചികിത്സ ചെയ്ത് കഴിഞ്ഞാൽ മാറാവുന്ന രോഗമാണ്. ഇതൊരു മാറാരോഗമല്ല. ഇത് പകരില്ല, പൊട്ടിയൊലിക്കില്ല, സ്രാവം വരില്ല, പഴുപ്പില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ഇതൊരു ത്വക്ക് രോഗമായിട്ട്, അപൂർവമായിട്ട് കാണുന്ന ത്വക്ക് രോഗമായിട്ടാണ് നമ്മുടെ ആയുർവേദം ഇതിനെ പരിഗണിക്കുന്നത്. എനിക്ക് വേറൊരു എക്സാമ്പിൾ പറയാനുണ്ട്. എൻ്റെ അടുത്ത്, നമ്മുടെ അമലയുടെ അടുത്ത് തന്നെയാണ് ഒരു പെൺകുട്ടി. അവൾക്ക് കല്യാണപ്രായമൊക്കെ ആയി. അപ്പോൾ കല്യാണപ്രായമൊക്കെ ആയി. ഇപ്പോൾ അവളുടെ തൊടയമ 2 ചെറിയ ല്യൂക്കോഡെർമ തന്നെ, വിറ്റിലിഗോ തന്നെ അപ്പോൾ ഉണ്ട്. അപ്പോൾ അവൾ ഞാനായിട്ട് അത്ര കോണ്ടാക്റ്റാണ്. നമ്മുടെ തന്നെ ഒരു സ്റ്റാഫിൻ്റെ പെങ്ങളാണ്. അപ്പോൾ ആ കുട്ടി വന്ന് ഭയങ്കര സങ്കടമാണ്. അതെങ്ങനെ പറയും വേറൊരാളോട്, കല്യാണപ്രായമായി, അനിയത്തി നിൽക്കണു. അപ്പോൾ അവർ ഇങ്ങനെ കല്യാണം അന്വേഷിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഈ കുട്ടി എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ സങ്കടം പറഞ്ഞു. ഒരു പേരൻസും വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഇത്തിരി മരുന്ന് തരാം. എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ്റെ മരുന്ന് ഞാൻ കൊടുത്തു, ഉള്ളിലേക്ക് മരുന്നും കൊടുത്തു. ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു, നിങ്ങൾ ധൈര്യമായിട്ട് വിവാഹം കഴിച്ചോ,
ഞാൻ അതിൻ്റെ എല്ലാ ഗ്യാരണ്ടിയും തന്നിരിക്കണം. ഇനി എന്തെങ്കിലും തരത്തിൽ അത് അവർ വന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ഞാനാണ് ട്രീറ്റ് ചെയ്യുന്നത്, അത് പകരില്ല, മാരേജ് കഴിച്ചോളാൻ അനുവാദം തന്നു എന്നുള്ളത് തുറന്ന് പറയണമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ കുട്ടിയുടെ മാരേജ് കഴിഞ്ഞു. മാരേജ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു ഹസ്ബൻഡ് ചോദിച്ചു എന്ന് തോന്നുന്നു, കാലുമയാണ് കുട്ടിയുടെ. അപ്പോൾ കുട്ടി പറഞ്ഞു എന്ന് പറഞ്ഞു, ഞാനിങ്ങനെ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത് സിസ്റ്റർ ഡോക്ടറിൻ്റെയാണ് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത്, അതെനിക്ക് കുറവുണ്ട്, ഇപ്പോൾ ഡിമ്മായിട്ട് വരുന്നുണ്ട്, അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അത് മാരേജ് ചെയ്തോളാനായിട്ട് അവർ ഷുവർ ഇത് പകരില്ല, ഒരു കോംപ്ലിക്കേഷനും ഉണ്ടാവില്ല എന്ന് ഷുവർ ഗ്യാരണ്ടി എനിക്ക് തന്നിട്ടുണ്ട്. ഇനി ചേട്ടന് അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഡോക്ടറെ ചെന്ന് കൺസൾട്ട് ചെയ്തോളോ, ഡോക്ടറോട് ചെന്ന് ചോദിച്ചോളോ, ഡോക്ടർ അമലയിൽ തന്നെയുണ്ട്, അമലയുടെ അടുത്താണ് കുട്ടിയുടെ വീട്. അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ആ കുട്ടി, എനിക്ക് മാരേജ് കഴിഞ്ഞപ്പോൾ കുട്ടീനെ കാണാൻ ഭയങ്കര ആങ്സൈറ്റി ആയി. എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ അന്ന് അറിയണമല്ലോ, നമ്മൾ ഗ്യാരണ്ടി കൊടുത്തിട്ടാണ് കുട്ടിയുടെ കല്യാണം കഴിഞ്ഞിരിക്കണം, വല്ല ഡൈവേഴ്സൊക്കെ ആയ പ്രശ്നമല്ലേ. അപ്പോൾ ഞാനിത് കുട്ടീനെ ഒപ്പിയിലേക്ക് വരാൻ കാത്തിരിക്കുക. അപ്പോൾ കുട്ടി ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ കുട്ടി വന്നു. ഞാൻ വെച്ചാൽ എന്താ ചോദിച്ചോ കൊച്ചേ? അപ്പോൾ പറഞ്ഞു, സിസ്റ്ററെ ഒന്നും എന്നോട് ചോദിച്ചു, എന്താ നിൻ്റെ വെള്ള പാടൊക്കെ ഉണ്ടല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അത് ചെറിയ പാടുണ്ട്, അതിപ്പോൾ കുറച്ച് നാളായിട്ടുള്ളൂ, ഞാൻ സിസ്റ്റർ ഡോക്ടർ ട്രീറ്റ്മെൻറ്റാണ്, സിസ്റ്റർ ഡോക്ടറിന് ഒരു കുഴപ്പമില്ല, ധൈര്യമായിട്ട് കല്യാണം കഴിച്ചോ എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചേട്ടന്, അങ്ങനെ ഉണ്ടെങ്കിൽ ചേട്ടനെ കൂട്ടിയിട്ട് വരാനാണ് പറഞ്ഞേക്കണേ സിസ്റ്റർ ഡോക്ടർ, അല്ലെങ്കിൽ സാധാരണ ഞാനും അനിയറ്റീനും കൂട്ടിയിട്ടാണ് പോവുക, അപ്പോൾ നമുക്ക് 2 പേർ കൂടി ഒന്ന് പോകാൻ വേണമെങ്കിൽ. അപ്പോൾ ചേട്ടൻ പറഞ്ഞു അതൊന്നും കുഴപ്പമൊന്നുമില്ല, അതിപ്പോൾ എന്നിട്ട് ചെറിയൊരു പാടുള്ള, പകരൊന്നുമില്ലല്ലോ എന്ന് ചോദിച്ചു. പകരൊന്നുമില്ല എന്ന് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് കുട്ടി എൻ്റെ അടുത്ത് വന്നു. ചേട്ടനൊന്നും കൂട്ടി വന്നില്ല, അവൾ ഒറ്റയ്ക്കാണ് വന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ വലിയൊരു ഒരു കുട്ടിക്ക് ഒരു ലൈഫ് കൊടുക്കാൻ പറ്റി എനിക്ക്. അപ്പോൾ ഇങ്ങനെ ചെറിയ പാടും ചെറിയൊരു വെള്ളപ്പാണ്ടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കേണ്ട ഒരു കല്യാണം കഴിക്കാതെ ഒന്നും ഇരിക്കേണ്ട, അവർക്കൊക്കെ ഒരു ലൈഫുണ്ട്. അപ്പോൾ അതിനൊരു ചെറിയ അങ്ങനെ വല്ലവരൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ അടുത്തേക്ക് പോരാ, ഞാൻ ട്രീറ്റ്മെൻറ്റ് തന്നേക്കാം, ഒരു മോറൽ സപ്പോർട്ടും തന്നേക്കാം. ഇനി കല്യാണം കഴിഞ്ഞിട്ട് പ്രശ്നമാണെങ്കിൽ അവരെയും കൊണ്ട് ഇങ്ങോട്ട് പോരാ എൻ്റെ അടുത്തേക്ക്, ഞാൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. ഡോക്ടർ, വെള്ളപ്പാണ്ടിന് ആയുർവേദ ചികിത്സ എത്രത്തോളം ഫലപ്രദമാണ്? വെള്ളപ്പാണ്ടിൽ ഞാൻ നേരത്തെ പറഞ്ഞു, അത് തുടക്കത്തിൽ വരികയാണെങ്കിൽ ആയുർവേദം കൊണ്ട് ഭേദമാക്കാൻ പറ്റും. ഒരുപാട് എക്സ്പീരിയൻസ് ഈ രോഗം ചികിത്സിച്ച് എനിക്കുണ്ട്. ഞാൻ 1-2-3 കേസുകൾ നിങ്ങളോട് പറഞ്ഞു. അത് പടരാണ്ട് പല കേസുകളും ഫോളോ അപ്പിന് എൻ്റെ അടുത്ത് വരുന്നുണ്ട്. ഇപ്പോൾ ചിത്രഹര ലേപം, അതോടൊപ്പം തന്നെ കോട്ടണ അല്ലെങ്കിൽ പിഗ്മെൻ്റ് ടാബ്ലറ്റ്, ചില ലേപങ്ങൾ, ഇതൊക്കെ കൊടുത്തിട്ടാണ് ഞാൻ ട്രീറ്റ് ചെയ്യുന്നത്. നല്ല എഫക്റ്റീവ് ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. ഏതുതരം പാടുകളാണ് വെള്ളപ്പാണ്ടിലേക്ക് രൂപാന്തരം സംഭവിക്കുന്നത്? അതായത് ഈ വെള്ളപ്പാടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിറ്റമിൻ്റെ കുറവുകൊണ്ടൊരു വെള്ളപ്പാട് വരുന്നുണ്ട്, അത് വെള്ളക്കുത്ത് പോലെ വരും. അത് വിറ്റമിൻ ബി ഡെഫിഷ്യൻസി കൊണ്ട് വരുന്നതാണ്. നമ്മൾ തെറ്റിദ്ധരിച്ച് നമ്മൾ ചില കുട്ടികളെ കൊണ്ട് ഒ പിയിൽ വരും അമ്മമാർ. ഞാൻ പറയും ഇത് വൈറ്റമിൻ ബി ഡെഫിഷ്യൻസി അമ്മച്ചി പേടിക്കണ്ട, ഇത് നമുക്ക് വിറ്റമിൻ ക്യാരറ്റ് ബീട്രൂട്ടൊക്കെ നന്നായിട്ട് കൊച്ചിന് തിന്നാൻ കൊടുക്കുക. പിന്നെ വിറ്റമിൻ ഞാൻ പോരെങ്കിൽ വിറ്റമിൻ ബിയുടെ ടാബ്ലറ്റോ അതിൻ്റെ ക്യാപ്സ്യൂളോ വാങ്ങിച്ചിട്ട് കുട്ടിക്ക് ഒന്ന് കൊടുക്കുക. ലിവർ കൊടുക്കുക, ലിവർ വല്ലപ്പോഴും കുട്ടിക്ക് ഫ്രൈ ചെയ്ത് കൊടുക്കാൻ പറയും, അത് വിറ്റമിൻ ബി റിച്ചാണ്. അപ്പോൾ അങ്ങനെയുള്ള പാടുകൾ സാധാരണ വൈറ്റമിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടുള്ള വെള്ളപ്പാടാണ്. അല്ലാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതങ്ങനെ പടർന്നു പോവില്ല. ഈ വെള്ളപ്പാണ്ട് എന്ന് പറയുന്നത് പടർന്ന് മറ്റു ഭാഗങ്ങളിലേക്ക് പടരുന്നതാണ് വെള്ളപ്പാണ്ട് എന്ന് പറയുന്നത്. ചുണങ്ങും വെള്ളപ്പാണ്ടും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് വിശദീകരിക്കാമോ? ചുണങ്ങും വെള്ളപ്പാണ്ടും തമ്മിൽ ഒരു ബന്ധവുമില്ല. ചുണങ്ങ് ഫംഗൽ ഇൻഫെക്ഷനാണ്. വെള്ളപ്പാണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ മെലാനിൻ്റെ കുറവുകൊണ്ട് ഉണ്ടാവുന്നതാണ്. ചുണങ്ങ് എന്ന് പറഞ്ഞാൽ ചുണങ്ങിന് പറ്റിയ വൈറ്റ് ഫീൽഡ് ഓയിൻമെൻറ്റ്, അങ്ങനെയൊക്കെയുള്ള ഓയിൻമെൻറ്റ്സുകൾ, ഈ ഹൈപ്പോ എന്ന് പറയും നമ്മൾ സ്റ്റുഡിയോയിൽ നിന്ന് കിട്ടുന്ന, അതൊക്കെ തേച്ച് 1 മാസം തേച്ച് കഴിഞ്ഞാൽ ചുണങ്ങ് പോകും. വെള്ളപ്പാണ്ട് അങ്ങനെ പോവില്ല. പിന്നെ ചുണങ്ങിന് വെള്ള നിറവും വെള്ളപ്പാണ്ടിന് ഒരു മിൽക്കി വൈറ്റ് കളറാണ്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, നമുക്കറിയാം പാണ്ടുള്ള രോഗികളെ കാണുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ഒരു മിൽക്കി വൈറ്റ് കളറാണ്. അതിനാൽ തന്നെ കളറിന് തന്നെ വ്യത്യാസമുണ്ട്. ഒരു വട്ടത്തിലുള്ള വെളുത്ത നിറം വന്നു, അപ്പോൾ അതിന് ട്രീറ്റ്മെൻറ്റ് കൊടുത്തു. അപ്പോൾ അത് വൈറ്റമിൻ ഡെഫിഷ്യൻസി ആണെന്ന് വിചാരിച്ച് നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുത്തു. അപ്പോൾ അത് ഡിമ്മായി വരുന്നുണ്ട്. അപ്പോൾ അതിനെ തന്നെ മനസ്സിലാക്കാം, പോഷകാഹാരം വൈറ്റമിൻ ബിയുടെ കുറവുകൊണ്ടുള്ള വെളുത്ത നിറമാണെന്ന് മനസ്സിലാക്കാം, വെള്ളപ്പാടാണെന്ന് മനസ്സിലാക്കാം. വെള്ളപ്പാണ്ടല്ല, വെള്ളപ്പാട്. മറ്റേതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുറവുണ്ടാവില്ല, അത് വേറെ വശങ്ങളിലേക്ക് പടർന്ന് വ്യാപിക്കും. അങ്ങനെയാണെങ്കിൽ അത് മനസ്സിലാക്കണം, വെള്ളപ്പാണ്ടാണ്. അത് നമുക്ക് വെള്ളപ്പാണ്ടിൻ്റെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം. അപ്പോൾ നമ്മൾ വെള്ളപ്പാണ്ട് എന്താണ്, ആയുർവേദത്തിൽ അതിന് എന്ത് പറയും, അത് എത്ര ശതമാനം രോഗികൾക്ക് ഉണ്ടാവുന്നുണ്ട്, അതിൻ്റെ കാരണങ്ങൾ, ലക്ഷണങ്ങൾ, റിസ്ക് ഫാക്ടർ, അതിൻ്റെ ഡിവിഷൻസ്, അതുപോലെ കോംപ്ലിക്കേഷൻസ്, ട്രീറ്റ്മെൻറ്റ്സ്, ഒറ്റമൂലികൾ,
പിന്നെ പ്രിവെൻഷനിൽ നമ്മൾ പറയുന്നത് കോസ്മെറ്റിക്സ്, ഇങ്ങനെയുള്ള അതായത് കോട്ടൺ ഡ്രസ്സൊക്കെ ഉപയോഗിക്കുക, ഞാൻ നേരത്തെ പറഞ്ഞു. ഇതിനെക്കുറിച്ച് വിശദമായിട്ട് നിങ്ങളോട് ഞാൻ സംസാരിച്ചു. അപ്പോൾ അങ്ങനെ വെള്ളപ്പാട് ആർക്കെങ്കിലും ഉണ്ട്, അതിന് ടെൻഷൻ അടിച്ചിരിക്കേണ്ട, അത് നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്തോളൂ, അങ്ങോട്ട് വന്നോളൂ, നല്ല ട്രീറ്റ്മെൻറ്റ് ഉണ്ട് നമുക്ക്. അപ്പോൾ എന്നെ ശ്രവിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദി പറയുകയാണ്. അപ്പോൾ നിങ്ങൾ പ്രോപ്പറായിട്ടുള്ള ഫിസിഷ്യൻ്റെ അടുത്ത് പോയിട്ട് വേണം ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ, സെൽഫ് ട്രീറ്റ്മെൻറ്റ് എടുക്കരുതെന്ന് വീണ്ടും ഞാൻ ഉപദേശിക്കുകയാണ്. ഇനി ഒരിക്കൽ കൂടി നിങ്ങൾക്ക് നന്ദി പറയാണ്. മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും നമുക്ക് കാണാം. ഓക്കെ, നന്ദി. ആയുർ സൗഖ്യത്തിൽ വരുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്കും അഭിപ്രായങ്ങൾക്കുമായി ബന്ധപ്പെടുക 9188303000.